ഗായ്സ്, അപ്പോൾ ഇന്നത്തെ വ്ളോഗ് ഞാൻ എൻ്റെ അമ്മേൻ്റെ വീട്ടിൽ പോയ വ്ളോഗാണ്. സത്യം പറഞ്ഞാൽ അമ്മയുടെ വീട്ടിൽ പോയിട്ട് കുറേ ആയിട്ടുണ്ട് കേട്ടോ. കാരണം അമ്മ ജോലിക്ക് പോകാൻ തുടങ്ങിയ ശേഷം ഒന്നിച്ച് പോകാൻ വേണ്ടിയിട്ട് സാധിക്കലില്ല. അതേപോലെ അനിയനും അമ്മ ഇല്ലാത്തതുകൊണ്ട് പോകൽ കുറവാണ്. അങ്ങനെ അവനെയും കൂടി കൂട്ടിയിട്ട് ഞങ്ങൾ നേരെ അമ്മയുടെ വീട്ടിൽ പോവാണ്. എനിക്ക് എൻ്റെ സ്വന്തം വീടിനെക്കാട്ടും ഇഷ്ടം അമ്മ വീടാണ് കേട്ടോ. വേറൊന്നും കൊണ്ടല്ല, അവിടുത്തെ അച്ഛനും അമ്മമ്മയ്ക്കും എന്നോടുള്ള ആ സ്നേഹം കൊണ്ട് തന്നെയാണ് ഞാൻ അധികം അടുത്തേക്ക് പോവൽ. അങ്ങനെ അവിടെ എത്തി. ഇതാണ് എൻ്റെ മാമൻ്റെ 3 പിള്ളേർ, പിന്നെ എൻ്റെ അമ്മായി, വല്യമ്മ എല്ലാവരും ഉണ്ടായിരുന്നു. മാമനും ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ അവരോടൊക്കെ സംസാരിച്ചാകുമ്പോൾ ഭയങ്കര ഹാപ്പി ആയിട്ടുണ്ടായിരുന്നു. അങ്ങനെ മാമൻ്റെ മോള് ഒരു സോഡയൊക്കെ പൊട്ടിച്ച് തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ എൻ്റെ അനിയനിൽ നിന്ന് കുഞ്ഞ് മാറുന്നേ ഉണ്ടായിട്ട് അവൻ്റെ കൂടെ കളിച്ചുകൊണ്ടൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ചെറുപ്പം മുതൽ എനിക്ക് വേറെ എവിടെ പോകാൻ ഇഷ്ടമില്ലെങ്കിലും ഞാൻ ഓടിപ്പോകുന്നത് എൻ്റെ അമ്മയുടെ വീട്ടിലേക്കാണ്. എന്താണെന്നറിയില്ല, അവിടുത്തെ അച്ഛനും അമ്മൂമ്മയും അത്രയും സ്നേഹമാണ്. അങ്ങനെ അവിടെ നിന്ന് നല്ല ബിരിയാണിയും കഴിച്ച് മാമൻ ഞങ്ങൾ എത്തുന്നതിന് മുന്നേ നല്ല ഫുഡ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ നേരെ വീട്ടിലേക്ക് എത്തി. ഇതാണ് എൻ്റെ അമ്മയുടെ അച്ഛൻ. അമ്മയുടെ അച്ഛൻ എന്നെ കുറേ കാലത്തിന് ശേഷം കാണുന്നതുകൊണ്ട് കൈയൊക്കെ പിടിച്ച് സംസാരിക്കുന്നൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഇവരിങ്ങനെ വായിക്കുകയും പഠിക്കുകയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. ഞാൻ രാവിലെ ആകുമ്പോൾ ജസ്റ്റ് ഒരു വീഡിയോ എടുത്തതാണ്. ഇതാണ് എൻ്റെ അമ്മയുടെ വീട്. അമ്മ വീട്ടിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടി ചക്കയൊക്കെ ഒലിക്കുന്നുണ്ടായിരുന്നു. കാരണം അമ്മക്ക് ചക്ക ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് ചക്കയൊക്കെ ഒലിയുന്നുണ്ടായിരുന്നു. ഇതാണ് അമ്മയുടെ അമ്മ, ഇതാണ് എൻ്റെ അമ്മയുടെ വീട്. സത്യം പറഞ്ഞാൽ ചെറിയ വീടാണെങ്കിലും ഭയങ്കര സ്നേഹവും കെയറിങ്ങും അവിടുത്തെ ആൾക്കാരും ചുറ്റുപാടും നല്ല അടിപൊളിയാണ്. ഫുള്ള് മരങ്ങളായിട്ട് നല്ല അടിപൊളിയാണ്. അങ്ങനെ പിറ്റേ ദിവസം അവിടുന്ന് ഫുഡെല്ലാം കഴിച്ച് തിരിച്ച് വീട്ടിലേക്ക് പോകാമെന്നുണ്ടായത്. സത്യം പറഞ്ഞാൽ പോകുന്ന സമയത്ത് എല്ലാവരും മിസ് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ.